Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. Glass Palace, MM Road, Pilathara, Kannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന്റെ ചുവടുവയ്പായാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. KKN പരിയാരം സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിവരുന്ന നവീകരണ വികസന പ്രവർത്തനങ്ങൾ 2 മാസത്തിനകം പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് കർശന നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിലാണ് നടത്തിപ്പ് കമ്പനി പ്രതിനിധികൾക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. പയ്യന്നൂർ നഗരസഭയിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ LDF ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി മതിയായ രേഖകളില്ലാതെ തന്നെ LDF അയക്കുന്ന മുഴുവൻ വോട്ടർമാരെയും ചേർക്കണമെന്ന് ചെയർമാന്റെ സാന്നിധ്യത്തിൽ ഭീഷണിപ്പെടുത്തിയതായും കോൺഗ്രസ് നേതാക്കൾ. വരാൻ പോകുന്നത് ആയുർവേദത്തിന്റെ നാളുകളെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പണി പൂർത്തിയാക്കിയ ലേഡീസ് ഹോസ്റ്റൽ 1ഉം 2ഉം നിലകളുടെയും ഓപ്പൺ എയർ സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാർത്തകൾ വിശദമായി. പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന്റെ ചുവടുവയ്പായാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. KKN പരിയാരം സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. KKN പരിയാരം സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ ചിലവഴിച്ച തുക പോലും മുൻകാലങ്ങളിലേതിന് അപേക്ഷിച്ച് വലിയ തുകയാണ്. വിദ്യാലയം എന്നത് കേവലം അറിവ് നേടുന്ന കേന്ദ്രം മാത്രമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും സ്വഭാവം, മൂല്യങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവ രൂപപ്പെടുന്ന ഇടം കൂടിയാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അറിവ് നേടുന്നതിനുള്ള ഒരു കേന്ദ്രം മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ സ്വഭാവം, മൂല്യങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവ രൂപപ്പെടുത്തുന്ന ഒരിടം കൂടിയാണ്. ഈ വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥിക്കും അറിവും കഴിവും നേടുന്നതിനൊപ്പം നല്ലൊരു വ്യക്തിയായി വളരുവാനുള്ള അവസരം ഉണ്ടാവണം. അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. ഈ പുതിയ കെട്ടിടം അത്തരത്തിലുള്ള ഒരു വലിയ ഉദ്യമത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നൽകുന്ന പ്രാധാന്യം അത്ര വലുതാണ്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 5000 കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഇടതുപക്ഷ 1ഉം 2ഉം പിണറായി ഗവൺമെൻറ് ചെലവഴിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ ശരാശരി കണക്ക് വെച്ച് നോക്കിയാൽ നമ്മുടെ സംസ്ഥാനം ഏറ്റവും മുന്തിയ സ്ഥാനത്താണ് നിൽക്കുന്ന കാര്യം കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. MV ഗോവിന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ, പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് T ഷീബ, PP ബാബുരാജൻ, പ്രിൻസിപ്പൽ സ്മിത പിള്ള, TP രജനി, ടോണ വിൻസെന്റ്, EC മല്ലിക തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിവരുന്ന നവീകരണ വികസന പ്രവർത്തനങ്ങൾ 2 മാസത്തിനകം പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് കർശന നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിലാണ് നടത്തിപ്പുകാരായ വാപ്കോസ് പ്രതിനിധിക്കും കരാർ ഏറ്റെടുത്ത HS ഒബ്രോയ് പ്രതിനിധിക്കും നിർദ്ദേശം നൽകിയത്. പ്രവൃത്തി പൂർത്തീകരണത്തിനായി അധിക സമയം അനുവദിക്കില്ലെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ നിയോഗിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഇതുവരെ ചെയ്ത പ്രവൃത്തികൾ പരിശോധിക്കുന്നതിനായി ഹൈലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയ നടപടികൾ 3 മാസത്തിനകം പൂർത്തീകരിക്കും. പ്രത്യേക എമർജൻസി ആൻഡ് ട്രോമ കെയർ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാനും വാപ്കോസിന് നിർദ്ദേശം നൽകി. ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും പ്രവൃത്തി സെപ്റ്റംബർ മാസം ആരംഭിക്കുമെന്നും ഇൻകൽ പ്രതിനിധി യോഗത്തിനു മുൻപാകെ അറിയിച്ചു. പ്രവൃത്തി ആരംഭിച്ച പാരാമെഡിക്കൽ ഹോസ്റ്റൽ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ PWD പ്രതിനിധിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. M. വിജിൻ MLA, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KP ഷീബ ദാമോദർ, സൂപ്രണ്ട് K. സുദീപ്, ദന്തൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P. സജി, മെഡിക്കൽ കോളേജ് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ ഡോക്ടർ DK മനോജ്, ഡോക്ടർ K. വിമൽ റോഹൻ, RMO ഇൻചാർജ് ഡോക്ടർ KP മനോജ് കുമാർ, നിർമ്മാണ നവീകരണ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത PWD, വാപ്കോസ്, ഇൻകൽ പ്രതിനിധികൾ, ഓഫീസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് HOD-മാരുടെ പ്രത്യേക യോഗവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭയിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ LDF ശ്രമിക്കുന്നതായി കോൺഗ്രസിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി മതിയായ രേഖകളില്ലാതെ തന്നെ LDF അയക്കുന്ന മുഴുവൻ വോട്ടർമാരെയും ചേർക്കണമെന്ന് ചെയർമാന്റെ സാന്നിധ്യത്തിൽ ഭീഷണിപ്പെടുത്തിയതായും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. പയ്യന്നൂർ നഗരസഭയിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ഇടതുമുന്നണി വ്യാപകമായി ശ്രമിക്കുകയാണെന്നാണ് കോൺഗ്രസ് പയ്യന്നൂർ നഗരസഭ തെരഞ്ഞെടുപ്പ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആരോപണം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി മതിയായ രേഖകളില്ലാതെ LDF അയക്കുന്ന മുഴുവൻ വോട്ടർമാരെയും ചേർക്കണമെന്ന് ചെയർമാന്റെ സാന്നിധ്യത്തിൽ ഭീഷണിപ്പെടുത്തിയതായും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ വരുതിയിലാക്കി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുവാനാണ് LDFന്റെ ശ്രമം. നഗരസഭയിലെ പല വാർഡുകളിലും LDFന് ഭൂരിപക്ഷമില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു സ്ഥലങ്ങളിലുള്ള താമസക്കാരെ വരെ ചേർക്കാൻ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഓരോ വാർഡിലും വീട് വിറ്റുപോയവരും സ്ഥലത്ത് സ്ഥിരതാമസമില്ലാത്തവരുമായ 100 കണക്കിന് പേരുകളാണുള്ളത്. നഗരസഭയുടെ 44-ാം വാർഡിൽ 250-ലധികം സ്ഥലത്തില്ലാത്തവരുടെയും വിദേശത്തുള്ളവരുടെയും വോട്ടുകളുണ്ട്. ഇത്തരത്തിൽ എല്ലാ വാർഡുകളിലും 100 കണക്കിന് വോട്ടുകൾ ചേർക്കുന്നതിനാണ് LDF ശ്രമിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും നേതാക്കളായ AP നാരായണൻ, പിലാക്കൽ അശോകൻ, KT ഹരീഷ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വരാൻ പോകുന്നത് ആയുർവേദത്തിന്റെ നാളുകളെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പണി പൂർത്തിയാക്കിയ ലേഡീസ് ഹോസ്റ്റൽ 1ഉം 2ഉം നിലകളുടെയും ഓപ്പൺ എയർ സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രമടക്കമുള്ള വലിയ സംരംഭങ്ങളും മികച്ച പൊതുജനാരോഗ്യ പദ്ധതികളുമായി ആയുർവേദ മേഖലയിൽ സർക്കാർ വൻപിച്ച മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ആരോഗ്യ മേഖലയിൽ ആയുർവേദത്തിന്റെ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്നും ആരോഗ്യ, വനിതാ, ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലേഡീസ് ഹോസ്റ്റൽ 1ഉം 2ഉം നിലകളുടെയും കോളേജിനു മുന്നിൽ പുതിയതായി നിർമ്മിച്ച ഓപ്പൺ എയർ സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മളൊരു പ്രീ ലോഞ്ച് എന്നുള്ള നിലയിൽ വിവിധ യൂണിവേഴ്സിറ്റികൾ, വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മളുമായി അക്കാഡമിക് സഹകരണത്തിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രീ ലോഞ്ച് എന്നുള്ള നിലയിൽ അതിനു വേണ്ടിയിട്ടുള്ള ധാരണാപത്രങ്ങൾ ഒപ്പിടുന്ന ഒരു ചടങ്ങ് വൈകാതെ സംഘടിപ്പിക്കണമെന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ നമ്മുടെ CM തന്നെ നമ്മുടെ ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം അതിനോട് ചേർന്ന് നമ്മളൊരു ഇന്റർനാഷണൽ കോൺക്ലേവ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം നൽകേണ്ടവരാണ് നിങ്ങളെല്ലാവരും, നമ്മുടെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നമ്മുടെ അധ്യാപകരുമൊക്കെ. ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ അത്തരത്തിൽ ആയുർവേദ മേഖലയിൽ
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ നിലയിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെടുന്നത്. കല്യാശ്ശേരി MLA M. വിജിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PR ഇന്ദുകല സ്വാഗതം പറഞ്ഞു. മുൻ MLA TV രാജേഷ്, ഷാജി തയ്യിൽ, ആയുർവേദ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ TD ശ്രീകുമാർ, തമ്പാൻ മാസ്റ്റർ പത്മനാഭൻ K, PP ദാമോദരൻ, KP ജനാർദ്ദനൻ, KV ബാബു, T രാജൻ, സന്തോഷ്, ഡോക്ടർ അജിത് കുമാർ KC, K ഗോപാലൻ, ജോസ് പള്ളിപ്പറമ്പിൽ, ഡോക്ടർ VKV ബാലകൃഷ്ണൻ, ഡോക്ടർ ജയേഷ്, സുലൈമാൻ, ജീന യു, അമൃത S. രാജ്, ഡോക്ടർ ഗോവിന്ദ് രാഗ്, ഡോക്ടർ ശ്രീലേഖ MP തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂരിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന അന്താരാഷ്ട്ര ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്തോനേഷ്യൻ ടീം ജേതാക്കളായി. റാങ്കിങ്ങിൽ ഇന്ത്യയുടെ 10ാം നമ്പർ താരം കോയമ്പത്തൂർ സ്വദേശി ഗണേഷ് വിമൽരാജ് ടീമിനെയാണ് ഇന്തോനേഷ്യ പരാജയപ്പെടുത്തിയത്. ഇളമ്പച്ചി ഫായ്ക ഇൻഡോർ സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളിലായി 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിൽ 22-20, 21-17 സ്കോറിൽ തുടർച്ചയായി 2 സെറ്റുകൾ കൈപ്പിടിയിലാക്കി ഇന്തോനേഷ്യയിൽ നിന്നുള്ള ബഗാസ്കോരോ ഹംസ മർവാൻ സഖ്യമാണ് 1 ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ട്രോഫിയും സ്വന്തമാക്കിയത്. ആദ്യ സെറ്റിൽ മുന്നിട്ട് നിന്ന ശേഷമാണ് ഗണേഷ് വിമൽ സഖ്യം കീഴടങ്ങിയത്. 2ാം സെറ്റിൽ പൂർണ്ണാധിപത്യം ഇന്തോനേഷ്യൻ ടീമിനായിരുന്നു. എങ്കിലും അവസാന ഘട്ടത്തിൽ അവർ പോയിന്റ് ഉയർത്തി. റണ്ണേഴ്സായി 6 ലക്ഷം രൂപ നേടിയ തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികളായ ഗണേഷ് വിമലും 4 തവണ സൗത്ത് ഇന്ത്യൻ മത്സര ജേതാക്കളാണ്. സമാപന ചടങ്ങിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K. അബ്ദുൽ ഗഫൂർ മുഖ്യാതിഥിയായി. സംഘാടക സമിതി ചെയർമാൻ അബ്ദുൽ സലാം അഹമ്മദ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. NKP അബ്ദുൽ അസീസ്, മുഹമ്മദ് കുക്കോട്ട്, നൌഷാദ് വെള്ളൂർ, സജിത് പല്ലേരി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഖാദി തുണിയിൽ ദേശീയ പതാകകൾ തയ്യാറാക്കി സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പയ്യന്നൂർ ഖാദി കേന്ദ്രം. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള ഖാദി വിൽപ്പനശാലകൾ വഴിയാണ് ദേശീയ പതാകകൾ വിൽപ്പന നടത്തുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ അഭിമാന പൈതൃകം എന്നറിയപ്പെടുന്ന ഖാദി മേഖല ഇന്ന് നിലനിൽപ്പിനായി വൈവിധ്യമാർന്ന പല പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോവുകയാണ്. വൻകിട ടെക്സ്റ്റൈൽസുകൾ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ദേശീയ പതാകകൾ നിർമ്മിക്കാറുണ്ടെങ്കിലും വർഷങ്ങളായി ഗുണമേന്മയുള്ള ദേശീയ പതാകകൾ നിർമ്മിക്കുന്നത് ഖാദിയിലാണ്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള ഖാദി വിൽപ്പനശാലകൾ വഴി ദേശീയ പതാകകൾ വിൽപ്പന നടത്തുന്നു. കേരളത്തിലെ ഖാദി പ്രസ്ഥാനം 10,000-കണക്കിന് പാവപ്പെട്ട തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ ഖാദി ബോർഡും പയ്യന്നൂർ ഖാദി കേന്ദ്രവും ഇത്തരത്തിലുള്ള ആഗസ്റ്റ് 15-ന് ആവശ്യമായ ദേശീയ പതാകകൾ നിർമ്മിക്കുന്നത്. നമുക്കറിയാം, വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ദേശീയ പതാക നിർമ്മിക്കുന്നതിനുള്ള ഒരു അവസരം കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഖാദി പ്രസ്ഥാനം ഇന്ന് നേരിടുന്ന വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തരണം ചെയ്യുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ശ്രമങ്ങൾക്കൊപ്പം തന്നെ ഖാദി മേഖല വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണ്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിൽ മാത്രം 3000-ഓളം തൊഴിലാളികളായിരുന്നു മുൻപുണ്ടായിരുന്നത്. ഖാദി മേഖലയിൽ നിന്നുള്ള വരുമാനക്കുറവും സാഹചര്യങ്ങളിലെ മാറ്റവും കാരണം തൊഴിലാളികൾ പലരും കൊഴിഞ്ഞു പോവുകയാണ്. ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തതും കിട്ടിയ വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയാതെ വന്നതും ഈ കൂട്ടമായുള്ള കൊഴിഞ്ഞുപോക്കിന് കാരണമാണ്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി 1000-ഓളം ദേശീയ പതാകയാണ് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ ഒരുങ്ങുന്നത്. ഇവിടെ എല്ലാവരും കൃത്യമായ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖാദി മേഖലയുടെ വലിയ ഒരു തകർച്ച ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു കരകയറ്റം ഇത്തരത്തിൽ ത്രിവർണ്ണ പതാക നിർമ്മിക്കുന്നതിലൂടെയും സ്കൂൾ യൂണിഫോം നിർമ്മിക്കുന്നതിലൂടെയും ഒക്കെയും കണ്ടെത്തുവാനുള്ള ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1000-ഓളം ത്രിവർണ്ണ പതാകകളാണ് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ഒരു ഗ്രാമം മുഴുവൻ ഒരു കാലത്ത് കൃഷി ചെയ്തിരുന്ന വിളയാണ് പുത്തൂർ വഴുതിന. ഇന്നത് 10ഓളം കർഷകരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പുത്തൂർ വഴുതിന സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അരനൂറ്റാണ്ട് മുൻപ് ഓലച്ചൂട്ടിന്റെ വെളിച്ചത്തിൽ നാടൻ വഴുതിന തലയിലേന്തി കിലോമീറ്ററുകളോളം നടന്ന വിൽപ്പന നടത്തിയവരാണ് കരിവെള്ളൂർ പുത്തൂരിലെ കർഷകർ. പരമ്പരാഗതമായി കൃഷി ചെയ്തു പോരുന്ന പുത്തൂർ വഴുതന വിസ്മൃതിയിലേക്ക് മറയുന്നതിനു മുൻപ് സംരക്ഷിക്കപ്പെടണമെന്നാണ് കർഷകരുടെ കൂട്ടായ ആവശ്യം. പുത്തൂർ ഗ്രാമത്തിൽ തലമുറകളായി കൃഷി ചെയ്തു പോരുന്ന പരമ്പരാഗത നാടൻ വിളയാണ് പുത്തൂർ വഴുതന. ഏകദേശം 100 വർഷത്തിലധികം പഴക്കം കാണും.
ഒരു കാലത്ത് വയലിൽ നെല്ല് 3 വിളയും കൃഷി ചെയ്തിരുന്നു. കൃഷിയുടെ ഒരു വിഹിതം ജന്മിമാർക്ക് കപ്പം നൽകണം. വിളവിന്റെ ഒരു ഭാഗം മാത്രമാണ് കർഷകർക്ക് ലഭിച്ചത്. ഉപജീവനത്തിനു വേണ്ടി വീട്ടുപറമ്പിൽ വഴുതനയും കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഓണക്കുന്ന്, പെരുമ്പ, തൃക്കരിപ്പൂർ, ചെറുവത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുലർച്ചെയെത്തി വഴുതന വിറ്റവരാണ് ഇവിടുത്തെ കർഷകർ. മറ്റു വഴുതനകളെ അപേക്ഷിച്ച് ഒരു ചെടിയിൽ നിന്ന് കൂടുതൽ വിളവ് ലഭിക്കും. സ്വാദ് കൂടുതലുമാണ്. ഇന്നും പുത്തൂർ വഴുതനയ്ക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം പലരും കൃഷി ഉപേക്ഷിച്ചതും പുതുതലമുറയ്ക്ക് കാർഷിക ജീവിതത്തോട് താല്പര്യമില്ലാത്തതും പുത്തൂർ വഴുതന അന്യമാകാൻ കാരണമാകുന്നു. മുമ്പേ നമ്മൾ ചെയ്തു വരുന്ന കൃഷിയാണിത്. അപ്പോൾ ഇത് മഴക്കാല കൃഷിയാണ്. മഴക്കാലത്ത് നമ്മൾ ഇത് കുന്നിൻ്റെ ചെരുവിനെ ഇത് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പം പിന്നെ ഇത് നമ്മളിത് വേണ്ടാന്ന് വെച്ചാൽ ഇത് ഒന്നും ലാഭമൊന്നും ഇല്ല. എപ്പോഴും ഇത് പണിയെടുക്കാമെന്നല്ലാണ്ട് നമുക്ക് ഇതിൽ അവസാനം ഒന്നും കിട്ടൂല. അപ്പം പിന്നെ ഒരു വരുമാനത്തിൻ്റെ അല്ലാണ്ട് നമുക്ക് ഒരു രസമല്ലേ ഒരു പണിയെടുക്കൽ. നമ്മൾ മുമ്പേ എടുത്തോടുന്ന ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം കൊല്ലത്തിൽ അപ്പോൾ എല്ലാ വർഷവും ചെയ്യും. പക്ഷെ എല്ലാ വർഷവും ഒന്നും കിട്ടാറില്ല. ചിലപ്പോൾ നല്ല ആദായം കിട്ടുകയും ചെയ്യും. പക്ഷെ ഇപ്പം തീരെ കിട്ടുന്നില്ല. ഇത് എപ്പം രോഗങ്ങൾ തന്നെ, എന്ത് ചെയ്താലും രോഗമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൃഷി ഇറക്കുകയും ഓണത്തോടെ വിളവെടുക്കുകയും ചെയ്യും. കുന്നിൻ ചെരുവുകളിലെ കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷിയിറക്കിയാണ് മുൻകാലത്ത് പുത്തൂർ വഴുതനയെ കർഷകർ സംരക്ഷിച്ചത്. മുൻപ് 100 വഴുതന വിറ്റാൽ 5 രൂപയാണ് ലഭിക്കുക. ഇന്ന് വിപണിയിൽ കിലോയ്ക്ക് 60 മുതൽ 75 രൂപ വരെ വിലയുണ്ട്. കർഷകർക്ക് 50 രൂപയാണ് ലഭിക്കുന്നത്. ചുരുക്കം ആളുകൾ മാത്രമാണ് ഇന്ന് വഴുതന കൃഷി ചെയ്യുന്നത്. ഒയോളത്തെ പി ശ്യാമള ഇത്തരക്കാരിൽ ഒരാളാണ്. നന്നേ ചെറുപ്പത്തിലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ശ്യാമളയും കൃഷിസ്ഥലത്തെത്തും. അത് ഇന്നും തുടരുന്നു. പുത്തൂർ വഴുതനയ്ക്ക് പ്രിയമേറുന്ന കാലത്ത് നാടിന്റെ കാർഷിക സംസ്കാരം സംരക്ഷിക്കാൻ കൃഷിവകുപ്പിനും അധികൃതർക്കും സാധിക്കണമെന്നാണ് ശ്യാമളയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ പെരുവാമ്പ വാർഡ് സമിതി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുന്ന വിജയവീഥി 2025 എന്ന പരിപാടി സംഘടിപ്പിച്ചു. ജനശ്രീ പയ്യന്നൂർ നിയോജക മണ്ഡലം ചെയർമാൻ കെ ഫൽഗുണൻ ഉദ്ഘാടനവും അനുമോദനവും നടത്തി. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ പെരുവാമ്പ വാർഡ് സമിതി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ച് വിജയവീഥി 2025 പരിപാടി സംഘടിപ്പിച്ചു. ജനശ്രീ പയ്യന്നൂർ നിയോജക മണ്ഡലം ചെയർമാൻ കെ ഫൽഗുനൻ ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു. SSLC, +2, LSS, USS വിജയികളെ അനുമോദിച്ചു. ആരുടെ കൈകളിലൂടെയാണോ ഈ ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടത്, വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ആ രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും അന്തസ്സത്തകളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചില സംവിധാനങ്ങളും ചില പ്രവണതകളുമൊക്കെ നാമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സത്യസന്ധമായൊരു മാധ്യമ പ്രവർത്തനത്തിന് ഈ ജനാധിപത്യത്തിന് ജീവവായു നൽകുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് ഏറ്റെടുക്കാനുള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ പ്രണവ് പെരുവാമ്പ, മാധ്യമരംഗത്ത് ബാലചന്ദ്രൻ നീലേശ്വരത്തിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡ് നേടിയ ശില്പ ജനാർദ്ദനൻ എന്നിവരെയും അനുമോദിച്ചു. വാർഡ് ചെയർമാൻ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. എരമംകുറ്റൂർ മണ്ഡലം ചെയർമാൻ ശ്രീധരൻ ആലന്തട്ട, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ദീപ കുറ്റൂർ, ഇസ്മയിൽ കൈല, പൊയിൽ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-27 SPC ബാച്ച് ഉദ്ഘാടനം ചെയ്തു. SPC ADNO പ്രസാദ് കെ ഉദ്ഘാടനം നിർവഹിച്ചു. SPC ADNO പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം KU മനോജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് രേഖ M അധ്യക്ഷത വഹിച്ചു. CPO അധ്യാപകൻ ബിപിൻ ദാസ്, PTA പ്രസിഡന്റ് ചന്ദ്രൻ, മദർ PTA പ്രസിഡന്റ് ഷീജ സുരേഷ്, SPC പ്രൊജക്ട് കോർഡിനേറ്റർ ജയദേവൻ, CPO അധ്യാപിക ഷീബ MV എന്നിവർ സംസാരിച്ചു. തുടർന്ന് SPC കേഡറ്റുകൾ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കേഡറ്റുകളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായി പെരിങ്ങോം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിൽ റാലി സംഘടിപ്പിച്ചു. സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളായി.
ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലേക്കുള്ള 40 ദിവസം നീണ്ട ചാന്ദ്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് 2023 ജൂലൈ 14-നാണ്. ഭൂമിയിൽ നിന്ന് 3,84,400 കിലോമീറ്റർ ചന്ദ്രന്റെ ഗുരുത്വാകർഷണ വലയത്തിലേക്ക് ഓഗസ്റ്റ് 5-നാണ് ചന്ദ്രയാൻ 3 പ്രവേശിച്ചത്. ഓഗസ്റ്റ് 23-ന് വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയപ്പോൾ ഇന്ത്യ ചരിത്രമെഴുതി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യ പേടകം ഇറക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. 2025 ഓഗസ്റ്റ് 23-ന് ഇന്ത്യ രണ്ടാമത്തെ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് പെരിങ്ങോം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളും അഭിമാന നിമിഷം ആഘോഷമാക്കുന്നതിനായി വിവിധ പരിപാടികൾ നടത്തുന്നത്. മുന്നോടിയായി നടന്ന റാലിയിൽ വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും പങ്കെടുത്തു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷബാന ദിവസത്തിന്റെ പ്രാധാന്യവും സന്ദേശവും കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി. സേവ് സ്പേസ്, സേവ് എർത്ത്, സേവ് യൂണിവേഴ്സ് എന്ന സന്ദേശമുയർത്തിയാണ് വിദ്യാർത്ഥികൾ റാലി നടത്തിയത്. അധ്യാപകരായ ഐശ്വര്യ, പ്രവീൺ, രതീഷ്, അഞ്ജന തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. ഒരു വേദിയിൽ തന്റെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത് അധ്യാപകനും എഴുത്തുകാരനുമായ PV പത്മനാഭൻ. പുസ്തകങ്ങളുടെ പ്രകാശനം കൊട്ടില സർഗചേതന ലൈബ്രറിയിൽ M വിജിൻ MLA നിർവഹിച്ചു. എഴുത്തുകാരൻ, അധ്യാപകൻ, പരിസ്ഥിതി പ്രവർത്തകൻ എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് PV പത്മനാഭൻ. അതിയടം സ്വദേശിയായ ഇദ്ദേഹം ഇപ്പോൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് കൊറ്റിയിലാണ് താമസം. ചെറുതാഴം, കൊട്ടില, പരിയാരം, കുഞ്ഞിമംഗലം, മൊറാഴ, കോറോം, വെള്ളൂർ എന്നീ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യോളജി അധ്യാപകനായി ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷികളെക്കുറിച്ചും പക്ഷിക്കൂടുകളെക്കുറിച്ചും ഗവേഷണ പഠനങ്ങൾ നടത്തുകയും പക്ഷികളുടെ കൂടുനിർമ്മാണത്തിലെ അപൂർവ രഹസ്യങ്ങൾ കണ്ടെത്തി ശാസ്ത്രലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ പക്ഷിക്കൂടുകൾ, പക്ഷിക്കൂട് നൂതന പ്രവർത്തനങ്ങൾ, പക്ഷിക്കൂട് ഒരു പഠനം, റെഡ് ബുക്ക്, മാടായിപ്പാറയിലെ കാണാക്കാഴ്ചകൾ, കാക്ക, ഓർമ്മദിനങ്ങൾ, മാവുമനുഷ്യൻ, സംസ്കാരം തുടങ്ങിയവ നേരത്തെ പ്രസിദ്ധീകരിച്ചവയാണ്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിന്റെ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ അവാർഡ്, നൂതന അധ്യാപക അവാർഡ്, ദേശീയ അധ്യാപക അവാർഡ്, റോട്ടറി എക്സലൻസ് അവാർഡ്, തുളുനാട് സാഹിത്യ അവാർഡ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് തുടങ്ങിയവ കരസ്ഥമാക്കിയിട്ടുണ്ട്. വീട്ടുവളപ്പിലെ പക്ഷി നിരീക്ഷണം, ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നീ 2 പുസ്തകങ്ങളാണ് ഒരു വേദിയിൽ തന്നെ പ്രകാശനം ചെയ്തത്. M വിജിൻ MLA പുസ്തക പ്രകാശനം നിർവഹിച്ചു. അതിനിടെ ഒരു 45 വയസ്സുള്ള ഒരു ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു, ഇത് മാന്ത്രികൻ സിനിമയിലെ വില്ലനല്ലേ എന്നാണ് അദ്ദേഹം. അതെങ്കിലും അദ്ദേഹം പറഞ്ഞു. ആരുടെ ഫോട്ടോ ആയിരുന്നു പറയാം കാണിച്ചത്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫോട്ടോ. ഞാനിത് തമാശയായിട്ട് പറയില്ല, എന്റെ ഫോണിലുണ്ട്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ആ ചാനൽ പരിപാടി. കാരണം പാർക്കിലിരിക്കുന്ന ഒരു 15-നും 25-നും ഇടയിലുള്ള ചെറുപ്പക്കാരായ ആളുകളോട് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയില്ല ഇത് ആരാ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ എന്നാണ് യുവത്വത്തിന്റെ മറുപടി. P. ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PM കൃഷ്ണപ്രഭ, ഡോക്ടർ വത്സൻ പിലിക്കോട്, K. ശിവകുമാർ, KV രാജൻ, K. നിർമ്മല, N. രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൊഴിലില്ലായ്മയ്ക്കും വർഗീയതയ്ക്കുമെതിരെ DYFI കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് സമാപനമായി. നിരവധി കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ജാഥ പെരളത്ത് സമാപിച്ചു. തൊഴിലില്ലായ്മയ്ക്കും വർഗീയതയ്ക്കുമെതിരെ DYFI കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് സമാപനമായി. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്നതാണ് മുദ്രാവാക്യം. ഓഗസ്റ്റ് 15-ന് പയ്യന്നൂരിൽ നടക്കുന്ന സമരപ്രഖ്യാപന സംഗമത്തിന്റെ പ്രചരണാർത്ഥമാണ് കാൽനടയാത്ര സംഘടിപ്പിച്ചത്. TCV നന്ദകുമാർ ക്യാപ്റ്റനും K. മനുരാജ് മാനേജരും K. വിദ്യ വൈസ് ക്യാപ്റ്റനുമായിരുന്നു ജാഥ സംഘടിപ്പിച്ചത്. കുണിയനിൽ നിന്നാണ് ജാഥ പ്രയാണം ആരംഭിച്ചത്. ഓണക്കുന്ന്, വടക്കേ മണക്കാട്, കൂക്കാനം, പുത്തൂർ തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ജാഥ പെരളത്ത് സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. CMP പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ നന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്നു. CMP സംസ്ഥാന സെക്രട്ടറി CA അജീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാൻ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ട്രോമ കെയർ യൂണിറ്റ് ആരംഭിക്കണമെന്ന് CMB പയ്യന്നൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പയ്യന്നൂർ നന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം CMB സംസ്ഥാന സെക്രട്ടറി CA അജീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി B സജിത് ലാൽ അധ്യക്ഷത വഹിച്ചു. CMB സെക്രട്ടേറിയറ്റ് അംഗം സുധീഷ് കടന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി P രത്നാകരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. TP ഗംഗാധരൻ രക്തസാക്ഷി പ്രമേയവും മിഥുൻ PK അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ കൌൺസിൽ അംഗം M ശ്രീധരൻ, മഹിളാ ഫെഡറേഷൻ ജില്ലാ കൌൺസിൽ അംഗം KP ശ്യാമള എന്നിവർ പ്രസംഗിച്ചു. P രത്നാകരനെ ഏരിയ സെക്രട്ടറിയായും M ശ്രീധരൻ, TP ഗംഗാധരൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും 13-അംഗ ഏരിയ കമ്മിറ്റിയെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും പെരിങ്ങോം ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. IRPC പയ്യന്നൂർ വളണ്ടിയർ സംഗമം പയ്യന്നൂർ AKG ഭവനിൽ നടന്നു. IRPC കണ്ണൂർ ജില്ലാ ചെയർമാൻ M പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 19 കൃഷ്ണപിള്ള ദിനത്തിൽ IRPC സംഘടിപ്പിക്കുന്ന സമ്പൂർണ്ണ ഹോം കെയറിന്റെ ഭാഗമായി വളണ്ടിയർ സംഗമവും പാലിയേറ്റീവ് ക്ലാസും സംഘടിപ്പിച്ചു. പയ്യന്നൂർ AKG ഭവനിൽ നടന്ന വളണ്ടിയർ സംഗമം IRPC കണ്ണൂർ ജില്ലാ ചെയർമാൻ M പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ വരുമ്പോൾ എന്നെ ഒന്ന് യാത്രയാക്കി ഞാൻ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. പ്രസംഗം നന്നായിരുന്നു എന്നൊക്കെ പറയാൻ വിളിച്ചു. ഞാൻ ഇന്നലെ രാവിലെ അവിടെയുള്ള സഖാക്കൾ എന്നെ വിളിച്ചു പറഞ്ഞത് രാവിലെ എന്തോ ഒരു ജോലി എടുക്കുമ്പോൾ അദ്ദേഹം കോടതി കൊണ്ട് മരിച്ചു എന്നാണ്. സംസ്കാരം കഴിഞ്ഞില്ല, നാളികേരം. അപ്പൊ ഞാൻ പറയുന്നത് വലിയ രൂപത്തിലുള്ള കാർഡിയാക് അറസ്റ്റ് സാർവത്രികമായിട്ട് വരുന്ന ഒരു കാലമാണിത്. കാർഡിയാക് അറസ്റ്റിന്റെ അതുവഴിയുള്ള മരണത്തിന്റെ 90% കൃത്യസമയത്ത് പരിഹരിക്കാനായാൽ രക്ഷപ്പെടാൻ കഴിയും. ആവശ്യമായ സമയത്ത് ഇടപെട്ട് കൃത്രിമശ്വാസം കൊടുത്ത് നിശ്ചിത സമയത്തുള്ള രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നിലവിലുള്ള കാർഡിയാക് അറസ്റ്റിന്റെ 90% നമുക്ക് ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നവരാണ്. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ M ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ബെസ്റ്റ് വളണ്ടിയറായ കോറോം ഈസ്റ്റിലെ P രവീന്ദ്രനെ IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റി രക്ഷാധികാരി അഡ്വക്കേറ്റ് P സന്തോഷ് അനുമോദിച്ചു. ഒടുവള്ളിത്തട്ട് CHC സെക്കൻഡറി പാലിയേറ്റീവ് സ്റ്റാഫ് നഴ്സ് ബീന അഗസ്റ്റ്യൻ പരിശീലന ക്ലാസ് എടുത്തു. A മുകുന്ദൻ, K വിജീഷ്, PV ലക്ഷ്മണൻ, E കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള പ്രവാസി സംഘം മാടായി ഏരിയ സമ്മേളനം കൊട്ടിലയിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സരുൺ മാണി ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം മാടായി ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സരുൺ മാണി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത്, അല്ലെങ്കിൽ മൈ ഫ്രണ്ട് അല്ലേ, മൈ ഫ്രണ്ട് എന്ന ഗുജറാത്തി ഭാഷയിൽ വരുമ്പോൾ മൈ ഫ്രണ്ട് എന്ന് വളരെ സ്നേഹത്തോടു കൂടി നമ്മളുടെ പ്രധാനമന്ത്രി ആലിംഗനം ചെയ്ത് അഹമ്മദാബാദിലൊക്കെ വലിയ ട്രംപ് കഴിഞ്ഞ ടേമിൽ ഇരുന്ന സമയത്ത് അഹമ്മദാബാദിൽ ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ട്രംപ് വരുന്ന സമയത്ത് സാന്ദർഭികമായി ഞാനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഈ അഹമ്മദാബാദിൽ വലിയ നമ്മളിപ്പോൾ ഇവിടെ വെള്ള തുണി കെട്ടിയിട്ടിരിക്കുന്നത് പോലെ E.T. വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. E.T. സുകുമാരൻ, മാടക്ക ദേവു, M. ബിജു എന്നിവർ പ്രസിഡിയമായി. NV കൃഷ്ണൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ഔഷധി ബോർഡ് അംഗം K. പത്മനാഭൻ അനുമോദനവും ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ ആദരിക്കലും നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. P. രാജൻ സംഘടനാ റിപ്പോർട്ടും K. ജനാർദ്ദനൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. CP ഗംഗാധരൻ, EV സതീശൻ, K. പവിത്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. K. ജനാർദ്ദനനെ സെക്രട്ടറിയായും E.T. സുകുമാരനെ പ്രസിഡന്റായും NM രവിയെ ട്രഷററായും U. ചന്ദ്രൻ, പയ്യരട്ട നാരായണൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും NV കൃഷ്ണൻ, SAP അബ്ദുൾ റഹ്മാൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1991 SSLC ബാച്ച് അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത നാടക കലാകാരൻ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1991 SSLC ബാച്ച് മയിൽപീലിയുടെ നേതൃത്വത്തിൽ അനുമോദനവും ഉപഹാര സമർപ്പണവും നടന്നു. 2024-25 വർഷത്തെ SSLC, +2, LSS, USS ഉന്നത വിജയികളെയും മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിച്ച സഹപാഠികളെയുമാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്.
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നാടക കലാകാരൻ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം നിർവഹിച്ചു. അതിനാവശ്യമായിട്ടുള്ള മുറിവാടകം എടുത്തു കൊടുത്തു. തയ്യൽ തൊഴിലറിയാവുന്ന പെൺകുട്ടിയായതുകൊണ്ട് തന്നെ ഇപ്പൊ 2-3 പേര് അവിടെ സഹായികളായിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമല്ല കുറച്ച് തുണിത്തരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ട് അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ് ആ കൂട്ടായ്മ. അതുപോലെ തന്നെ ഒട്ടേറെ കുടുംബങ്ങൾ, ഒട്ടേറെ ആളുകൾ വലിയ പദവികളിലൊന്നും എത്താതെ അല്ലെങ്കിൽ ഉയർന്ന ജീവിത സാഹചര്യങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കേവലം ഒരു തവണ കൊടുത്ത് അവിടെ അവസാനിപ്പിക്കുകയാണ്. പാലിയേറ്റീവ് പ്രവർത്തനം പോലെ നിരന്തരമായി. സന്തോഷ് കരിവള്ളൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മധു ഇയക്കാട്, സുരേഷ് ബാബു തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടത്തിയ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സ്വാതന്ത്ര്യ സമര സേനാനി പിലാക്കൽ കുഞ്ഞിക്കണ്ണൻ അനുസ്മരണവും ശില്പം അനാച്ഛാദനവും പയ്യന്നൂർ കാരയിൽ നടന്നു. കരിവള്ളൂർ എം അപ്പു പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനി പിലാക്കൽ കുഞ്ഞിക്കണ്ണൻ അനുസ്മരണവും ശില്പം അനാച്ഛാദനവും പയ്യന്നൂർ കാര പിലാക്കൽ തറവാട്ടിൽ നടന്നു. പൂരക്കളി പണ്ഡിതൻ കരിവള്ളൂർ അപ്പു പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നീലമംഗലം കഴകം, രാമവില്യം കഴകം, തൃക്കരിപ്പൂര്, രാമന്തളി കുറുവന്തട്ട കഴകം. ഈ കഴകം 4 കഴകങ്ങളുടെ കീഴിലൊക്കെ ധാരാളം അറകളും കാവുകളും ഉണ്ടിയകളും ഇവയുടെയൊക്കെ കീഴിൽ ധാരാളം തറവാടുകൾ. ഇത്രയും സുദൃഢമായ ഒരു ചങ്ങല പോലെയുള്ള ഒരു സമൂഹം മറ്റൊരു സമുദായത്തിനും അവകാശപ്പെടാൻ ഇല്ല എന്നാണ് എൻ്റെ സുദൃഢമായ അഭിപ്രായം. ഈ തറവാടുകളൊക്കെ തന്നെ, നമ്മുടെ തറവാടുകളിലൊക്കെ തന്നെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരക്കാരും അതുപോലെ അതിലെ ഭാരവാഹികളൊക്കെ ഈ തറവാടുകളിലെ അംഗങ്ങളായിരുന്നു. പിലാക്കൽ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. അനീഷ് പണിക്കർ, പി ജയൻ, കെ വി ഭാസ്കരൻ, ശ്രീധരൻ പണിക്കർ, ജനാർദ്ദനൻ കുറുവാട്ടിൽ, ടി വി സുനിൽ, രതീഷ് ബാബു, വിജയൻ മാടാച്ചേരി, സുരേഷ് കരിപ്പത്ത്, രാജേഷ് വെളിച്ചപ്പാടൻ, പിലാക്കൽ ഭാസ്കരൻ, കണ്ണൻ കുഞ്ഞി തുടങ്ങിയവർ പ്രസംഗിച്ചു. പിലാക്കൽ അശോകൻ സ്വാഗതവും പിലാക്കൽ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബാലസംഘം പരവന്തട്ട യൂണിറ്റ് സംഘടിപ്പിച്ച നീന്തൽ പരിശീലനം സമാപിച്ചു. ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 10 വരെ നീണ്ടുനിന്ന പരിശീലനത്തിൽ 35-ലധികം കുട്ടികൾ പരിശീലനം പൂർത്തിയാക്കി. ശാസ്ത്രീയ നീന്തൽ പരിശീലകൻ സന്തോഷ് പെരിങ്ങത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നീന്തൽ പരിശീലനം. പാവൂർ സന്തോഷ്, കാർത്തികേയൻ സന്തു എന്നിവരും പരിശീലനം നൽകി. വെള്ളത്തിലെ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും നീന്തൽ മത്സരങ്ങളിൽ കുട്ടികളെ താൽപര്യമുള്ളവരാക്കുന്നതിനും വേണ്ടിയാണ് ബാലസംഘം ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. നീന്തൽ പരിശീലനത്തിന്റെ സമാപനം ബാലസംഘം ഏരിയ കൺവീനർ എം സുനിൽകുമാർ നിർവഹിച്ചു. പി മന്യ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നാട്ടിനകത്ത് നീന്തൽ പഠിക്കാത്തതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള കുട്ടികൾ മുങ്ങി മരണം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പ്രദേശത്തിനകത്തുള്ള എല്ലാ കുട്ടികളും നീന്തൽ പഠിക്കണം. ആ നീന്തൽ പഠിച്ച് അവരുടെ സ്വയം സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളത് ആ സമയത്ത് മാത്രമാണ് നമ്മൾ ആലോചിക്കുക. നേരെ മറിച്ച് ഇന്ന് നമ്മുടെ പ്രദേശത്താകെ വലിയ രീതിയിലേക്ക് ഇത്തരത്തിലുള്ള കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ മുന്നോട്ടേക്ക് വരുന്നൊരു കാഴ്ച. CPIM കോറോം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം അമ്പു ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കെ വി പ്രകാശൻ മാസ്റ്റർ, പി വി വിജയൻ മാസ്റ്റർ, എൻ വി രാജൻ, പി പി ലീല, ഇ കരുണാകരൻ, സി സുമേഷ്, കെ ദേവനന്ദ്, പി വി അഭയ് തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലകൻ സന്തോഷ് പെരിങ്ങേത്തിന് കുട്ടികൾ പാരിതോഷികമായി നൽകിയ തുക സന്തോഷ് പെരിങ്ങേത്ത് തെങ്ങിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മുതിയലത്തെ തായമ്പത്ത് സുകുമാരൻ ചികിത്സാ ഫണ്ടിലേക്ക് കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കൗതുകവും വിസ്മയവും ഉണർത്തി നാഗശലഭം വിരുന്നെത്തി. എഴുത്തുകാരൻ മനോഹരൻ വെങ്ങരയുടെ വീട്ടുമുറ്റത്തെ ചെടികളിൽ ഒന്നിലാണ് അപൂർവ ശലഭം വിരുന്നെത്തിയത്. വീട്ടിലെ കുട്ടികളാണ് തങ്ങളുടെ പൂന്തോട്ടത്തിലെത്തിയ അപൂർവ അതിഥിയെ കണ്ടെത്തിയത്. അറ്റ്ലസ് മോത്ത്, അക്കൂസ് ബെനീസ് എന്നീ ശാസ്ത്രനാമങ്ങളിൽ അറിയപ്പെടുന്ന നാഗശലഭം ലോകത്തു കാണാൻ കഴിഞ്ഞവയിൽ ഏറ്റവും വലിയ ശലഭഗണത്തിൽപ്പെടുന്നവയാണ്. ചുവപ്പും തവിട്ടും ഇടകലർന്ന ഇവയുടെ ചിറകുകളുടെ മുൻവശങ്ങളിൽ പാമ്പിന്റെ പത്തുകൾക്ക് സമാനമായതിനാലാണ് നാഗശലഭമെന്ന് വിളിക്കപ്പെടാൻ കാരണം. പത്തുകളിൽ പാമ്പിന്റെ കണ്ണുകൾ പോലെ കറുത്ത പൊട്ടുകളുമുണ്ട്. ചിറകുകളിൽ വെളുത്ത നിറത്തിലുള്ള ത്രികോണ അടയാളങ്ങളും കാണാം. മൂർഖൻ പാമ്പിന്റെ പത്തിക്ക് സമാനമായ ഈ പ്രകൃതം ശത്രുക്കളിൽ നിന്നും രക്ഷ തേടാനും സഹായകരമായി തീരുന്നു. 2 ആഴ്ച മാത്രം ആയുസ്സുള്ള നാഗശലഭങ്ങൾ ആഹാരം ആവശ്യമില്ലാത്ത ജീവിവർഗം കൂടിയാണ്. പുഴുവായിരിക്കുമ്പോൾ പ്രകൃതിദത്തമായി ലഭിക്കുന്ന ഊർജത്താലാണ് ജീവിതക്രമം പൂർത്തിയാക്കുന്നത്. അധികം പറക്കാത്ത ഇനം കൂടിയാണ് നാഗശലഭം. ദൈവിക പരിവേഷം കൂടി ചാർത്തിക്കിട്ടിയിട്ടുള്ള നാഗശലഭത്തിന്റെ സാന്നിധ്യം ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ലക്ഷണമായാണ് വിശ്വാസികൾ കരുതിപ്പോകുന്നത്. വീട്ടുമുറ്റത്തെത്തിയ ഈ ശലഭസുന്ദരി അതിനെ കണ്ടെത്തിയ കുരുന്നുകളെയാണ് ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വേതനമുണ്ടായിരുന്നു, ഓണറേറിയമുണ്ടായിരുന്നു. അതിലെങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടായത്? വെറുതെ വന്ന മാറ്റമല്ലല്ലോ. നമ്മളൊരു വർഷത്തൊരിക്കൽ മെയ്ദിനും സംയുക്തമായിട്ട് ആചരിക്കാറുണ്ട്. ആ മെയ്ദിനം ആചരിക്കുന്നത് പഴയകാല സഖാക്കൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായിട്ട് രക്തസാക്ഷികളായി തീർന്നവരുടെ ഓർമ്മ പുതുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഭരണമന്ത്രി നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ മെയ്ദിന ആഘോഷം എന്ന് പറയുന്നത് സംഘടിപ്പിക്കുന്നത്. പി പ്രീത അധ്യക്ഷത വഹിച്ചു. സി സുജാത, രജനി മോഹൻ, പ്രസന്ന KV, ആശ PV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി താമരത്തുരുത്തി കണ്ണങ്ങാട്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. രാമന്തളി താമരത്തുരുത്തി കണ്ണങ്ങാട്ട് ക്ഷേത്ര കമ്മിറ്റി LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. ക്ഷേത്രം അധിതിരിയൻ തെക്കടവൻ അപ്പുകാരനവർ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ക്ഷേത്രം പ്രസിഡന്റ് നാരായണൻ T ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തെക്കടവൻ കരുണാകരൻ കാരണവരുടെയും PK കാർത്യായനി അമ്മയുടെയും സ്മരണയ്ക്കായി മൊമെന്റോയും, മുത്തത്യൻ സുരേന്ദ്രന്റെ സ്മരണയ്ക്ക് ക്യാഷ് അവാർഡും സുധീഷ് M വക ക്യാഷ് അവാർഡും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. സെക്രട്ടറി വാമനൻ P സ്വാഗതം പറഞ്ഞു. കണ്ടങ്കാളി കാരളി ശ്രീഭദ്ര കാളി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും നടത്തും. അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി ജനറൽ ബോഡി യോഗവും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന്റെ ചുവടുവയ്പായാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. KKN പരിയാരം സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിവരുന്ന നവീകരണ വികസന പ്രവർത്തനങ്ങൾ 2 മാസത്തിനകം പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് കർശന നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിലാണ് നടത്തിപ്പ് കമ്പനി പ്രതിനിധികൾക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. പയ്യന്നൂർ നഗരസഭയിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ LDF ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ്.
തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി മതിയായ രേഖകളില്ലാതെ തന്നെ LDF അയക്കുന്ന മുഴുവൻ വോട്ടർമാരെയും ചേർക്കണമെന്ന് ചെയർമാന്റെ സാന്നിധ്യത്തിൽ ഭീഷണിപ്പെടുത്തിയതായും കോൺഗ്രസ് നേതാക്കൾ. വരാൻ പോകുന്നത് ആയുർവേദത്തിന്റെ നാളുകളെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പണി പൂർത്തിയാക്കിയ ലേഡീസ് ഹോസ്റ്റൽ 1ഉം 2ഉം നിലകളുടെയും ഓപ്പൺ എയർ സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.